ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ചെയ്യുന്ന ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. ഇവിടെ തുടങ്ങണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഇന്നെന്തോ കേസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് എന്തായി? വാദിക്കാനൊന്നും കിട്ടിയോ? വാദിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചു അല്ലേ? എന്താ കാര്യം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കഥം, വാദിച്ചിട്ടുണ്ടെങ്കിൽ കഥമാണ്. വാദിക്കാത്തത് കൊണ്ട് പിന്നെയും 3 ആഴ്ച കൊണ്ട് നീട്ടി വെച്ചിട്ടുണ്ട്. 3 ആഴ്ച കൊണ്ട് നീട്ടി വെച്ച എന്തായാലും നല്ല കാര്യമായി എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളിനി ഈ കേസ് ഒന്ന് നീട്ടി വെക്കുന്നത് നമുക്കൊന്ന് കാണണം. അതിൻ്റെ സംഭവങ്ങൾ നമുക്ക് ശരിയാക്കണ്ടേ. നിങ്ങളിങ്ങനെ കേസ് ഫയൽ ചെയ്തിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് വന്നു, അതും ബെച്ചു സാറുടെ ബെഞ്ചിൽ അങ്ങനെ നീട്ടി വെക്കുന്നത് നമുക്കൊന്ന് കാണണം. അപ്പോൾ അടുത്തത് 9/6 മറ്റോ നീട്ടി വെച്ചിട്ടുണ്ട്. അന്ന് തീരുമാനമാക്കി തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈക്കോടതിയിലെ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഈ കേസ് വിളിച്ചത് തന്നെ ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു മിന്നായം പോലെ മാറ്റി വെച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായില്ല. അപ്പം ഇത് മാറ്റി വെക്കുന്ന ഒരു കേസാണ്, അല്ലെങ്കിൽ ഇത് തീർപ്പാക്കുമെന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഇവർ വെറുതെ വീഡിയോ ചെയ്ത് ആൾക്കാരെ കൊണ്ട്, പരാതിക്കാരെ കൊണ്ട് FIR ഇടുന്നത് മാത്രമല്ല, നമുക്ക് അതിനേക്കാൾ കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കാണ് നമുക്ക് ഈ ദിവസങ്ങളിലെ ശ്രദ്ധ എന്ന് പറയുന്നത്. അതാണ് അപ്പോൾ പറയാനുള്ളത്. ഇത് തന്നെയാണ്. ഇന്നലെ ഒരു വളരെ നല്ലൊരു അനുഭവം ഉണ്ടായി. ഞാൻ ലൈവ് ചെയ്യുന്നതിനിടയിൽ എനിക്കൊരു കോള് വരുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കോള്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് ഹയർച്ചുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരാതി FIRൻ്റെ മോഡല് താങ്കളുടെ കയ്യിലുണ്ടോ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒറ്റൊന്ന് മതി, ആ നമ്പർ കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു അയാൾ. ഞാൻ പറഞ്ഞു വേണ്ട, ഫുള്ള് തരാം, ഫുൾ PDF തരാം. അപ്പോൾ ഞാൻ 3 അയച്ചു കൊടുത്തു. ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന 3 FIRകൾ അയച്ചു കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ചോദിച്ചു, സാറേ അത് ഉപകാരപ്പെട്ടോ? ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കൈയൊക്കെ തന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, സാറേ FIR രജിസ്റ്റർ ചെയ്തിനോ? ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് 19,40,000 FIR. വലിയൊരു തുകയാണ്. എന്തായാലും ഇത്രയൊക്കെ വലിയ തുകയുടെ FIR ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതാണെങ്കിലും ഒരു സഹായം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന 19,40,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സഹായം, നമുക്ക് യാതൊരുവിധ പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സന്തോഷമുണ്ട്. അതെന്തായാലും അവർക്ക് അതിൻ്റെ നന്ദി ഉണ്ടാവുമായിരിക്കും. അവർക്കൊക്കെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ, അടുത്ത മാസങ്ങളിൽ അവർക്കൊക്കെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള നന്ദി ഉണ്ടാവുമായിരിക്കും. നമുക്കതൊക്കെ മതി. നിങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം, അല്ലേ? അപ്പോൾ ഇത്ര തന്നെ പറയാനുള്ളൂ. ഇപ്പോൾ ഹൈക്കോടതിയുടെ സംഭവം ഇതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ സെഷൻ കോർട്ടിലെ കാര്യങ്ങൾ പറയാം. ബൈ.